ഹായ് ഫ്രണ്ട്സ്. താജ്മഹലിന് ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് വന്നിട്ടാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ ഡൽഹിയിൽ നിന്ന് പോന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, അവിടെ ഒട്ടും തന്നെ വൃത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ കഴിക്കാഞ്ഞത്. ഞാൻ ആകെ കഴിച്ചത് ഒരു ഓറഞ്ച് കഴിച്ച്, അത് ട്രെയിനിൽ വെച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് പറയുമ്പോഴത്തേനും പിന്നെ ഇവിടെയും കാണുമ്പോൾ തന്നെ വൃത്തിയില്ല. അങ്ങനെ കഴിക്കാതെ മുന്നോട്ട് പോയി ലാസ്റ്റ് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം, അതായത് താജ്മഹൽ കണ്ടു കഴിഞ്ഞതിന് പുറത്തതിന് ശേഷം കുറച്ചിങ്ങനെ കുറച്ച് അന്വേഷിച്ച് നടന്ന് നല്ല റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ട് ആ റെസ്റ്റോറൻറ്റ് ഒന്ന് കണ്ടു കേട്ടോ. ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് വ്ളോഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ റെസ്റ്റോറൻറ്റിൽ വേറെ ഒന്നല്ല, അവിടെ ഒരുപാട് ആളുകൾ ഈ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ഞാൻ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്നിട്ട് ഫുഡ് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ഞാൻ കഴിച്ചത് വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ ഒരു മാംഗോ ലസ്സിയും, പിന്നെ മാംഗോ അല്ല ബനാന ലസ്സിടാ. അതിന് 300 രൂപ മാത്രം വന്നിട്ടുള്ളൂ. പക്ഷെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു തെരുവ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഫുഡിന്റെ ഒക്കെ കടകൾ, അതായത് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് തീരെ വൃത്തിയില്ല. അപ്പൊ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ലൊക്കേഷൻ ഞാൻ കൊടുക്കാം, അതിന്റെ നമ്പറും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഉപകാരത്തിൽപ്പെടും. അപ്പൊ ഞാൻ ഹോട്ടൽ കാണിച്ച എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന്, അതായത് ഇത് മെയിൻ ഗേറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കൂപ്പൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് താജ്മഹൽ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങണതും ഇവിടെ തന്നെ ഉണ്ടായി. ആൾക്കാർ വരണണ്ടില്ലേ, ഇതിലേ തന്നെ തിരിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെയാണ് നമുക്ക് ആ വഴി കിട്ടുന്നത്. കണ്ടില്ലേ, ആ വഴി സ്ട്രെയിറ്റ് പോയിട്ട് എൻഡ് ഉണ്ട്. എൻഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കിടന്നിട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് ആ ഹോട്ടൽ കേട്ടോ. ഇത് ഈ വഴി എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ അവിടേക്ക് പോണ വഴിയാണ്, ആ കാണുന്ന വഴി കേട്ടോ. കണ്ടില്ലേ, താജ്മഹലിന്റെ ഗേറ്റിന്റെ അവിടുന്ന്, ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ വന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചത്. ഓക്കെ. പിന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഗേറ്റ് ഉണ്ടല്ലോ, ഇത് മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. ആ ഗേറ്റിനോട് ചേർന്നിട്ട് തന്നെ അതിവിടെ ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, താജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫ്രണ്ടിൽ പൂട്ടിയൊക്കെയാണ്. അവിടെ കണ്ടില്ല വേറൊരു ബോർഡ് താജ് റെസ്റ്റോറൻറ്റ്, അവിടെ തുറന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഈ വണ്ടി കണ്ടില്ലേ, ബഗി എന്ന് പറയുന്ന ഈ വണ്ടി, ഇതിൽ 20 രൂപ കേട്ടോ ആൾക്കാർക്ക് ഗേറ്റ്. അതായത് നമുക്ക് റോഡിൻ്റെ അവിടേക്ക് പോകാനായിട്ട്, നടക്കാനായിട്ട് ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഗേറ്റിൻ്റെ അവിടേക്ക്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാം, ഈ ബഗി എന്ന് പറയുന്ന ഈ വണ്ടി കേട്ടോ. ഒരാൾക്ക് 20 രൂപ. ഇവിടെ കണ്ടില്ലേ താജ്മഹൽ മെട്രോ വരുന്നുണ്ട് കേട്ടോ, മെട്രോ സ്റ്റേഷൻ. അത് വരുന്നത് ഇവിടെ ഈ ഗേറ്റിൻ്റെ അവിടെയാണ്. ഇത് വെസ്റ്റ് സൈഡ് ഗേറ്റ് ആണ് കേട്ടോ. ഞാനിതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയത്. ഇവിടെ നിങ്ങൾക്കൊരു അടയാളമായിട്ട് ഇവിടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇവിടുത്തെ മെട്രോ തുടങ്ങിയിട്ടില്ല. മെട്രോ തുടങ്ങുമെന്നാണ്, ഇപ്പോൾ അടുത്ത് തുടങ്ങുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്താറായിട്ടാ. അതായത് താജ്മഹൽ കണ്ടു കഴിഞ്ഞ് എന്നൊരു റിക്ഷക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ വിടാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ പറഞ്ഞു. പിന്നെ അപ്പോൾ അവൻ പറഞ്ഞ് ബസ്സിന് പോകണതാണ് നല്ലത്, റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ റിസർവേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ടിക്കറ്റ്. അതായത് ആഗ്രയിൽ നിന്ന് ഞാൻ ഡൽഹിക്കാണ് പോണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിസർവേഷൻ ഇല്ലാത്തവർക്ക് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അവൻ പറഞ്ഞത് ഓക്കെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ബസ്സിൽ പോകാൻ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ ആ ബസ്സിൽ പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇവിടെ ഒരു ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വോൾവോ ബസ്. ആഗ്രയിൽ നിന്ന് ഡൽഹിക്ക് പോകാനായിട്ട് ഇപ്പം എൻ്റെ നിന്ന് 500 റുപ്പീസാണ് വാങ്ങിയിട്ടുള്ളത്. ബസ് ഞാൻ കാണിച്ചുതരാം. ആ ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. ബസ് ഈ കാണുന്നുണ്ട് ഈ ബസ്. ഓക്കെ, അവരെ ഓഫീസ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവർ തന്നതാണിത്, കോഷ്കി ടൂർ ആൻഡ് ട്രാവൽസ് കേട്ടോ. ഇപ്പൊ 500 രൂപയാണ് എൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അവരിവിടെ ഇങ്ങനെ ഇരിക്കണ കണ്ടില്ല, ഇവിടെ ഇരിക്കണുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് വാങ്ങണത്. അവരുടെ ബസ് ഇപ്പുറം കിടക്കുന്നു. അപ്പൊ റിക്ഷക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ താജ്മഹലിന്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കണതിന് ഫീസ് 50 രൂപ മാത്രം. അതായത് ഫസ്റ്റ് എൻട്രൻസ് ആ ഒരു കോമ്പൗണ്ടിലേക്ക് കിടക്കണേന് കേട്ടോ. താജ്മഹലിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 200 രൂപ വേറെ കൊടുക്കണം.
വേറൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാല് നമ്മ താജ്മഹലിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഒരു കോയിൻസ് വരും. നമ്മളെ ടിക്കറ്റ് കാണിക്കുമ്പോ ആ എൻട്രൻസിൽ നിന്ന് ഒരു കോയിൻസ് വരും. അപ്പൊ ആ കോയിൻസ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ സെക്യൂരിറ്റി 100 രൂപ ഫൈൻ അടിക്കും. എനിക്ക് കിട്ടി, അതിന്റെ പേരിലാണ്. നിങ്ങൾക്ക് അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ എൻട്രൻസ് ചെയ്യുമ്പോൾ ഒരു കോയിൻ കിട്ടും. കോയിൻ തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങണം കേട്ടാ. ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ 100 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. ബസ് പുറപ്പെടാറായിന്ന് വെച്ചിട്ട് ഞാൻ ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ കിടന്നപ്പോൾ അധികം ആളൊന്നും ആയിട്ടില്ല ബസ്സിൽ. അപ്പോൾ ബസ് ഫുള്ളായതിനു ശേഷം പോകുള്ളൂ എന്ന് എനിക്ക് ഇവിടുന്ന് അറിവ് കിട്ടി. അപ്പോൾ കുറച്ചും കൂടി ആളുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല, സീറ്റൊക്കെ കാലിയായിട്ടിരിക്കുന്നത്. ബസ് പുറപ്പെട്ടത് രാത്രിയാണ് കേട്ടോ. രാത്രി എന്ന് പറയുന്നത് 8:30 ഞാൻ വന്നത് അവിടെ നിന്ന് 6:45 ഞാൻ താഴെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തത്. ബസ് പോണേക്ക് ഒരു റെസ്റ്റോറൻറ്റ് മുന്നിൽ നിർത്തിയിട്ടാണ്. ആളുകളൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കൺഫ്യൂഷനായി എന്താണ് കഴിക്കേണ്ടതെന്ന്. കാരണം ഒരുപാട് വിഭവങ്ങളുണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ, ഒരുപാട് പേരുകളൊക്കെ കേൾക്കാത്ത പേരുകളൊക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഗതി കെട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താലി ഓർഡർ ചെയ്ത്, അത് മാത്രമേ അറിയുള്ളൂ എനിക്ക്, താലി. അപ്പോൾ അത് ഓർഡർ ചെയ്ത് അത് കഴിച്ച് അങ്ങനെ ബസ് രാത്രി 12 മണി ആയപ്പോൾ ഡൽഹിയിലെത്തിയത്. ബസ്സിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അടുത്ത് വെച്ചിട്ട് ഞാനിതാ ഒരു സീറ്റ്സ് ഷോപ്പിൽ കയറിയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സീറ്റ്സൊക്കെ വാങ്ങിയായിരുന്നു. ആ ഒരു ഷോപ്പിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ഫുഡ് വ്ളോഗും നല്ല യാത്രാ വീഡിയോസും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങൾക്കുള്ള ജോബ് വേക്കൻസി ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ചാനലൊക്കെ. എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട് കേട്ടോ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, പിന്നെ അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ എല്ലാത്തിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ.